ശ്രീ മുസ്തഫ മുണ്ടുപാറ, എന്തായാലും JPC-യുടെ അംഗീകാരം കിട്ടിയ സ്ഥിതിക്ക് ഇനി വഖഫ് ഭേദഗതി ബിൽ പാസാക്കി എടുക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അങ്ങനെ വരികയാണെങ്കിൽ വഖഫ് നിയമം പൊളിച്ചെഴുതപ്പെടാൻ പോവുകയാണ്. അത് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരികയാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള വഖഫ് നിയമപ്രകാരം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തർക്കങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് ഈ ഭേദഗതി ഉപകരിക്കുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? JPC-യുടെ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന ഈ ബില്ല് അത് സംബന്ധമായ വിശദമായ ചർച്ച നടന്നു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് വായിക്കുന്നത്. 33 അംഗ സമിതിയിൽ നിന്നുകൊണ്ട് 10 പേര് മാത്രമാണ് പ്രതിപക്ഷത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടു കൂടി ആ ബില്ല് പാസ്സാക്കപ്പെട്ടു, അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് യാഥാർത്ഥ്യമാണ്. അതേസമയം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഏതാനും അടുത്ത 31-ാം തീയതിയോടുകൂടി ബില്ല് പാസ്സാവുന്നതോടുകൂടി നടക്കാൻ പോകുന്നത്. ഈ രാജ്യത്തെ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഏക്കർ ഭൂമികളാണ് വഖഫ് ഭൂമിയായി ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. അത് പരലോക മോക്ഷം കാക്ഷിച്ചുകൊണ്ട് ആളുകൾ സംഭാവന നൽകി, അല്ലെങ്കിൽ ഉദാരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് സംഭാവന നൽകിയ വഖഫ് ഭൂമികൾ അത് അന്യാധീനപ്പെട്ടു പോവുകയും പലപ്പോഴും അത് സർക്കാർ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കൈകളിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന ആശങ്കയാണ് JPC-യുടെ കമ്മിറ്റിയിലെ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയ ഈ ബില്ലിന്റെ അവസാന നടപടികളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും പ്രത്യേകിച്ചുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് അത് ആരുടെയും തട്ടിപ്പറിച്ചുണ്ടാക്കിയതല്ല, ആരുടേതും കവർന്നെടുത്തതുമല്ല. അത് പരലോക മോക്ഷം കാക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികളായ ആളുകൾ പതിറ്റാണ്ടുകളായി, അല്ലെങ്കിൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നടന്നു വരുന്ന ഒരു സംവിധാനമാണ് വഖഫ് ചെയ്യുക എന്നുള്ളത്. അത് അവരവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന വിധത്തിൽ അത് സമർപ്പിക്കുക എന്നതാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിന്റെ ആ സമയം മുതൽ അതിനൊരു സുരക്ഷ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും നൽകിയ ആ സുരക്ഷാ സംവിധാനത്തെ, അല്ലെങ്കിൽ ആ സുരക്ഷയെ ഇപ്പൊ അതിനെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ അതിലെ എല്ലാ ഭേദഗതികളെയും, ഇപ്പോൾ വഖഫ് ഭേദഗതി എന്ന് പറയുന്നത് 44 ഭേദഗതികളാണ് വന്നിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിൽ വഖഫ് നിയമത്തിൽ നിന്ന് 44 മാറ്റങ്ങൾ കടന്നു വരികയാണ്. ഇതിലെല്ലാത്തിനെയും നിങ്ങൾ എതിർക്കുന്നുണ്ടോ? അതോ ഏതൊരു പ്രോപ്പർട്ടിയും അത് വഖഫ് ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിക്കാമെന്ന 40-ാമത്തെ ആ വിവാദമായ സെക്ഷൻ അത് അതേപടി മാറ്റുകയാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിലൂടെ. അപ്പോൾ അതാണോ നിങ്ങളുടെ എതിർപ്പിന് പ്രധാന കാരണം? മറ്റൊന്ന് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിലേക്കും വഖഫ് കൗൺസിലിലേക്കും കടന്നു വരുന്നുണ്ട്. ഇതൊക്കെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളായിട്ട് ഉള്ളത്? അതോ എല്ലാം നിങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണോ? ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ 44 ഭേദഗതികളാണ് കൊണ്ടുവന്ന് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഉന്നയിക്കപ്പെട്ടത്. അതിൽ നിന്നുകൊണ്ട് ഒന്ന് പോലും അതിൽ നിന്നുകൊണ്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വാർത്തകൾ അറിയുന്നത്. അല്ല, ഇത് ഞാൻ 44 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വഖഫ് ഭേദഗതി ബിൽ നേരത്തെ പാർലമെന്റിൽ വെച്ച സമയത്ത് വഖഫ് നിയമത്തിൽ നിന്ന് 44 മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിൽ 1, 2, 3 എന്ന് അടയാളപ്പെടുത്തിയുള്ളത്. ആ 44 ഭേദഗതികൾക്കും അംഗീകാരമുണ്ട്. അതുകൂടാതെയാണ് JPC-യിൽ മറ്റ് ചില ഭേദഗതികൾ കൂടി വന്നത്. അതായത് വഖഫ് ഭേദഗതി ബില്ലിൽ തന്നെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളെ തൃപ്തിപ്പെടുന്ന കാര്യമല്ല. അത് ഞാൻ പറയാം, അത് നേരത്തെ നിങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഒരു ഭേദഗതിയും അംഗീകരിച്ചിട്ടുമില്ല JPC-യിൽ. അത് ശരിയാണ്. പക്ഷേ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ ഇപ്പോൾ കൊണ്ടുവന്ന 44 കാര്യങ്ങളും അതെല്ലാം മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്നാണോ ഇപ്പോഴുമുള്ള വാദം? അല്ല, വഖഫ് നിയമത്തിൽ ആവശ്യമായ അതിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അതിന്റെ ഉദ്ദേശം എന്താണോ, അത് വഖഫ് ആ സംവിധാനം ഉണ്ടായതിന്റെ ഉദ്ദേശം എന്താണോ അതിന് കൂടുതൽ ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ ഈ ഭേദഗതികൾ അത് 2-3 എണ്ണമാണ് ഇപ്പൊ ഔദ്യോഗികമായി ഇന്ന് പുറത്തു വന്നത്. 3-4 എണ്ണം വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഫൈനൽ വന്നിട്ടില്ല. അത് 31-ാം തീയതി പാർലമെന്റിൽ ബില്ല് വരുന്ന സമയത്താണ് അത് നമുക്ക് അറിയാൻ കഴിയാം. ആ 3-4 എണ്ണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഈ ബില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സതുദ്ദേശപരമല്ല എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട.
കാരണം ഒന്ന് BJP സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. BJP സർക്കാർ പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തോട് വർഷങ്ങളായി സ്വീകരിക്കുന്ന സമീപനം വളരെ പ്രതികൂലമായൊരു സമീപനമാണ് എന്ന കാര്യം നമുക്കറിയാം. ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ലംഘിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുക എന്ന നയത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നീക്കം നടക്കുന്നത്. ശരി. അപ്പോൾ BJP കൊണ്ടുവരുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ സംശയത്തോടു കൂടി കാണുന്നത്, അതല്ലാതെ വഖഫ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വേണമായിരുന്നു, അത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ BJP ആണ് ഇത് കൊണ്ടുവരുന്നത്, അതാണ് സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുവാനുള്ള കാരണം. അല്ല, അത് മാത്രമല്ല. അതായത് ഇപ്പൊ പുറത്തു വന്ന 3-4 വിഷയങ്ങളുണ്ട്. ആ 3-4 വിഷയങ്ങളും പുറത്തു വന്നത് ഇന്ന് ഔട്ട് ചെയ്യപ്പെട്ട 3-4 കാര്യങ്ങളുണ്ട്. ബാക്കി ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ വന്ന ഇനി അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിനൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ വെച്ചാണ് നമുക്ക് എല്ലാവർക്കും അതിന്റെ കോപ്പിയും നമ്മുടെ കൈവശമുണ്ട്. പിന്നെ ഇതിൽ പുതിയ ഭേദഗതികളായിട്ട് വന്നതും അത് സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭേദഗതികൾ തന്നെയാണ്. ചില്ലറ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ നേരത്തെ ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വെച്ച സമയത്ത് ഉന്നയിച്ച അതേ ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്, മാറ്റമില്ലല്ലോ. അല്ല, അതിനേക്കാൾ കൂടുതൽ കടുപ്പിച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് JPC-യുടെ കമ്മിറ്റിയിൽ പാസ്സാക്കി എന്നുള്ളതാണ്. നേരത്തെ മറ്റേ കളക്ടറുടെ കാര്യമല്ലേ, കളക്ടർ വേണ്ട, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ മതി ഇത് വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിക്കാൻ, അല്ലേ? അതല്ലേ പരിശോധിക്കാനുള്ള സമിതി നേരത്തെ കലക്ടറായിരുന്നു, നേരത്തെ കരട് കോപ്പിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഇന്ന് വന്ന ഇതിൽ നിന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ അതിന് പ്രത്യേകിച്ച് ഒരു അതോറിറ്റിയെ നിയമിക്കുന്നു എന്നാ. സർക്കാരിന് അനുകൂലമായി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തികച്ചും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബില്ലാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതുതായി കൂടുതൽ വിഷയങ്ങൾ കടുപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ വിഷയത്തെ സമീപിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.